അപ്പോൾ ഇനി പാർലമെന്റിലേക്ക് പോവുകയാണെന്നിരിക്കട്ടെ. പാർലമെന്റിൽ നരേന്ദ്രമോദിയുടെയൊക്കെ മുന്നിൽ നിന്ന് എന്തായിരിക്കും ആദ്യം സംസാരിച്ചു തുടങ്ങുക? അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയിൽ എല്ലാവരും ഉയർത്തുന്ന ആശങ്കയുണ്ട്. അത് ഈ രാജ്യം നിലനിൽക്കണം എന്നുള്ളതാണ്. ഇന്ത്യ എന്നുള്ള രാജ്യം നിലനിൽക്കണം എന്നാണ്. ഇപ്പോൾ MG സർവകലാശാലയുടെ കലോത്സവം നടക്കുകയാണ്. അതിനകത്ത് അവരുടെ മെയിൻ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതാണ് എനിക്ക് പറയാനുള്ളത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഈ പോരാട്ടം ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഇന്ത്യക്കും വേണ്ടിയാണ്. തീർച്ചയായിട്ടും അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ടീച്ചറിന്റെ സ്ട്രാറ്റജി വളരെ ക്ലിയർ ആണ്. എറണാകുളത്തിന് ട്രാഫിക് ഒഴിവാക്കിയുള്ള ഒരു ടൗൺ പ്ലാനിംഗ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ രാജ്യം നിലനിൽക്കണമെങ്കിൽ. ആൻഡ് തേർഡ് പോയിന്റ് ഈസ് റെയിൽവേ വികസനം, വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ സ്ട്രാറ്റജികളൊക്കെ ആയിക്കഴിഞ്ഞു. എന്താണ് പറയേണ്ടതെന്നുള്ളതും വളരെ വ്യക്തമായി കഴിഞ്ഞു. കുതിരപ്പുറത്ത് കയറിയാലോ? ഞാൻ പണ്ട് കയറിയിട്ടുണ്ട്. ആണോ? ശരി. കുട്ടികൾ വിനോദയാത്രയ്ക്ക് പോയപ്പോഴല്ലേ? കുട്ടികളെ കൊണ്ട് എക്സ്കർഷന് പോയപ്പോൾ അത് മിക്കവാറും എല്ലാവരും കയറാറുള്ളതാ. ഊട്ടിയിലെ കൊടൈക്കനാലിലെ കുതിരപ്പുറത്ത് കയറും. പക്ഷേ ഈ കുതിര അങ്ങനെ അല്ലേ കേട്ടു. നമ്മൾ നിരത്തുകളിലൂടെ ഓടുന്നതാണ്. ഈ കുതിരയുടെ പേര് ജാക്കി എന്നാണ്. അപ്പോൾ ഇനി ടീച്ചറെ കൊണ്ട് സാഹസികമായ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യിക്കാൻ പോവാം. ടീച്ചർ എന്ന നിലയിൽ വാർത്ത കാണാറുണ്ട്, രാഷ്ട്രീയ കാര്യങ്ങളും സംവാദങ്ങളും ഒക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ? ശ്രദ്ധിക്കാറുണ്ട്. എന്നാലും ഇനിയിപ്പോൾ അങ്ങോട്ട് സജീവമായ പ്രചരണത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഇനി ഒരു 40 ദിവസം വളരെ ആക്റ്റീവായിരിക്കും. അപ്പോൾ നല്ല ചൂടാണ് അല്ലേ? അതിലേക്ക് അതിജീവിക്കാനുള്ള കരുത്ത് നേടിക്കഴിഞ്ഞു ആണോ? 2002 32 ദിവസം പൊരി വെയിലത്ത് നടന്ന ആളുകളാണ്. അതുകൊണ്ട് അതിനകത്ത് ഭയമൊന്നുമില്ല. ഇത്തിരി കറുത്തു പോയാലും പ്രശ്നമൊന്നുമില്ല. ഇല്ല. ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടീച്ചറെ കൊണ്ടൊന്ന് വാർത്ത വായിപ്പിച്ച് തുടങ്ങാം. ഒരു സ്ഥാനാർത്ഥി വാർത്ത വായിച്ചു കൂടി തുടങ്ങുകയാണ്. അപ്പോൾ ടീച്ചറിന് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. വാർത്താ അവതാരകയാവാൻ താല്പര്യം ഉണ്ടായിരുന്നു പണ്ട്? ജേർണലിസ്റ്റ് ആവാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് ടീച്ചറോടെ ജേർണലിസ്റ്റിൻ്റെതായിരുന്നു താല്പര്യം? അപ്പോൾ നമുക്ക് തലക്കെട്ടുകളിലേക്കൊന്ന് പോകാം എന്ന് തോന്നുന്നു. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 4 മിനിറ്റ്. നിങ്ങൾ കാണുന്നത് റിപ്പോർട്ടർ അശ്വമേധം. തത്സമയം നമുക്കൊപ്പമുള്ളത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ KJ ഷൈൻ ടീച്ചറാണ്. ഞങ്ങൾ നിൽക്കുന്നത് സെന്റ് തെരേസസ് കോളേജിൻ്റെ തൊട്ടു മുന്നിലാണ്. നമുക്കിനി സെന്റ് തെരേസസ് കോളേജിനുള്ളിലേക്ക് പോകണം. അവിടെ വിദ്യാർത്ഥിനികൾ തയ്യാറാണ്. അവരുടെ വോട്ടഭിലാഷങ്ങൾ ചോദിച്ചറിയണം, രാഷ്ട്രീയ അഭിപ്രായങ്ങൾ അറിയണം. ഒപ്പം എറണാകുളത്തിൻ്റെ പൊതുജന വികാരവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. നമ്മൾ ആദ്യ വാർത്തയിലേക്ക് പോകുന്നു. നമുക്ക് ഹെഡ്ലൈൻസ് ടോപ്പ് 10. മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ ഓട്ടോ ഡ്രൈവർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. KDH വില്ലേജ് പരിധിയിൽ LDF ഹർത്താൽ. വാഹനങ്ങൾ തടഞ്ഞ് ഹർത്താൽ അനുകൂലികൾ. റോഡ് ഉപരോധിക്കാൻ കോൺഗ്രസ്. കന്നിമല എസ്റ്റേറ്റ് സ്വദേശി മണി കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രി. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ചികിത്സയിൽ. കൊല്ലം കുളത്തുപുഴയിൽ ആനയെ കണ്ട് ഭയന്നോടിയ യുവാവിന് പരിക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ BJPയുടെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കും. കേരള പദയാത്രയുടെ സമാപനം ഉദ്ഘാടനം ചെയ്യും. ഗഗൻയാൻ ദൗത്യത്തിന് മലയാളിയായ പ്രശാന്ത് നായരും. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം അല്പസമയത്തിനകം.